റൗണ്ട് സ്ട്രക്ചറാണ്, ഒത്തിരി കയറാനുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൈദരാബാദിലുള്ള 3rd ഡേ ആണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഒഫീഷ്യലി ഹൈദരാബാദിൻ്റെ ഓൾഡ് ഹൈദരാബാദ് കാണാൻ പോകുന്നത്. അതായത് ചാർമിനാർ, പിന്നെ ചാർമിനാർ, ചൗമഹല്ല പാലസ്, സലാർജംഗം മ്യൂസിയം. ബേസിക്കലി ആ ഒരു ഓൾഡ് ഹൈദരാബാദ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വേറെ കുറച്ച് സ്ഥലത്ത് പോകണമെന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തെ ക്ഷീണവും ഇതും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നയാബിലെത്തി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദംക മട്ടണും ബട്ടർ റൊട്ടിയായിരുന്നു. തന്തൂരി റൊട്ടിയാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ മറ്റേ മലായി പായയായിരുന്നു. പക്ഷെ എനിക്ക് ആ ചില പീസസ് ഒന്നും മട്ടൻ്റെ ഞാൻ റീസെൻ്റ്ലി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ചില പീസസ് ഒന്നും പിടിക്കത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ സേഫായിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ തന്തൂരി റൊട്ടി. ഇതാണ് നമ്മൾ രാവിലെ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞു ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് മട്ടൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ അവിടെ കിട്ടുന്ന മട്ടൻ്റെ ഒരു ടേസ്റ്റല്ല, വേറൊരു കുറച്ചൊരു അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതെനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചാർമിനാർ കാണാനായിട്ടായിരുന്നു. ചാർമിനാർ കാണാനായിട്ട് നമ്മൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ നിന്നൊരു വോക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു ചാർമിനാറിലോട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. ഇവിടുത്തെ തിരക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര നോർമലാണ്. ഇത് തീരെ നോർമലല്ല ആക്ച്വലി, ഇത് ഭയങ്കര അബ്നോർമലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലത്തെ തിരക്കാണ്. നമ്മൾ നിന്നാൽ മതി, അത് എന്താ പറയുക, ക്രൗഡ് നമ്മളെ കൊണ്ടുപോയിക്കോളും ചാർമിനാറിൻ്റെ അറ്റം വരെ. ഇതിപ്പം മൺഡേ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. പിന്നെ അത് കൂടാഞ്ഞ് ഇന്ന് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വരുന്ന ടൈമല്ല. പിന്നെ ടൂറിസ്റ്റുകൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുന്ന ഇപ്പം നമ്മളെപ്പോലെ വരുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ചാർമിനാറിൻ്റെ അകത്ത് കയറാൻ പോകും. പക്ഷേ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ 20 പെർ ഹെഡും, ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ 25ഉം, ക്യാഷ് ലെസ് ആണെങ്കിൽ 20 പെർ ഹെഡും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ വിചാരിച്ചു ക്യാഷ് കൊടുക്കാം. ഇതിലിങ്ങനെ കയറാനൊക്കെ പറ്റുമോ? അത് തിരക്കാണ്. എന്തിടിഞ്ഞ വഴിയാണ് നോക്കുക. ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പ്. റൗണ്ട് സ്ട്രക്ചറാണ്, ഒത്തിരി കയറാനുണ്ട്. നല്ല ആർക്കിടെക്ചർ. ഇതാണ് ഷദീദ്. നീ എടുക്കുന്ന ഇതിൻ്റെ എടുത്തോടി, ഇതിൻ്റെ ക്ലോസപ്പ് എടുത്തോ? ഇല്ലല്ലോ, പേടിക്കില്ല. ഇതാണ് ഷദീദ് മലൈ ഗൈസ്. അപ്പോൾ അത് മോസ്റ്റ് ഫേമസ് മിലനിൽ നിന്ന് വന്നിരിക്കുകയാണ് അവൾ കഴിക്കാൻ. സോ മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. ചൂടത്ത് നല്ല. പിന്നെ ചാർമിനാറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചൗമഹല്ല പാലസിലോട്ടായിരുന്നു. അതും അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ പ്ലേസസ് ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ്, വോക്കബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ചൗമഹല്ല പോയി. എനിക്ക് ചൗമഹല്ലയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരുടെ ആണെങ്കിലും അവർ ഉണ്ടായിരുന്നപ്പോൾ അവർ യൂസ് ചെയ്ത സാധനങ്ങൾ, അങ്ങനെ കുറേ ആ ഒരു പാലസിന് ഒത്തിരി കാണാനായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ചൗമഹല്ല പാലസിലെത്തി. പക്ഷേ
ഇനിയൊന്നും കാണാനുള്ള സ്ട്രെങ്ത് ഇല്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര അൺസഹിക്കബിളായിട്ടുള്ള ചൂടുമാണ്. നടക്കാനും ഒത്തിരി ഉണ്ട്, ഭയങ്കര ടയറിങ്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഇതുകൂടെ കണ്ടിട്ട് തിരിച്ചു പോകും. ഹൈദരാബാദ് ഈ സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതൊരു റോങ് ചോയ്സാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പോലും പിടിക്കരുത്, ഇതൊരു മേലാൽ ആരും ഇത് ആവർത്തിക്കരുത്. ഇങ്ങോട്ട് Do not try this at home or anywhere else. or try at your own risk. അതെ, ഇത് നമ്മളെ കൊണ്ട് കൂടിയ കൂട്ടുന്ന പരിപാടിയല്ല. ഒരുമാതിരി പണ്ട് ഗ്ലൂക്കോണിയുടെ പരസ്യം ഉണ്ടായിരുന്നു, ഈ മറ്റേ സ്ട്രോ കൊണ്ട് സൂര്യൻ ഇങ്ങനെ വലിക്കുന്നത് നമ്മളെ എനർജി. അതിനേക്കാളും മോശാവസ്ഥയാണ് ഞങ്ങളുടെ പ്രായമുള്ള എന്തിൻ്റെയോ. എൻ്റെ പൊന്നു ഞങ്ങളിങ്ങനെ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മണ്ടത്തരമായിരുന്നു. ആരെങ്കിലും ഈ നട്ടുച്ച സമയത്ത് ഇങ്ങനെ ഈ വെയിലത്തിറങ്ങി ഇതൊക്കെ കാണാൻ വേണ്ടി നടക്കുമോ? ബുദ്ധിയുള്ള ആരും ചെയ്യത്തില്ലെന്നറിയാം, പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്തു പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ലോണം ടയേർഡായിരുന്നു. വേറൊന്നും കാണണ്ടെന്ന് വരെ തോന്നി. എനിക്കിനി എങ്ങോട്ടും പോകണ്ട, റൂമിൽ പോയാൽ മതി എന്ന് ഞാൻ അവളോട് 100 തവണ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ചൗമഹൽ എന്തായാലും നിങ്ങൾ കാണണം, അത് കാണാനുള്ളത് തന്നെയുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ അവർ യൂസ് ചെയ്ത പാത്രങ്ങളും വെപ്പൺസും ഒത്തിരി സാധനങ്ങളുണ്ട്. എനിക്ക് ചൗമഹല പാലസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആർക്കിടെക്ചർ ആണെങ്കിലും എല്ലാ രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് പോവുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം പോകണം. ഈ ഒരു മാസമൊക്കെ പോകുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ പോകാൻ ശ്രമിക്കണം. ഈ നട്ടുച്ച സമയത്തൊന്നും പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല, റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ടാറ്റു അടിക്കാനാണ് ഫസ്റ്റ്. കാരണം എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ടാറ്റു അടിക്കണമെന്ന്. അപ്പോൾ അവൾക്കും ഇതുപോലെ ടാറ്റു അടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് വന്നാൽ പിന്നെ ഇന്ന് ടാറ്റു അടിക്കാൻ പോകാമെന്ന്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗൺസ് ആൻഡ് ഇങ്ക്സ് എന്ന് പറഞ്ഞൊരു ടാറ്റു സ്റ്റുഡിയോയിലായിരുന്നു. അത് ഹൈദരാബാദിൽ തന്നെ ഒരു സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ടാറ്റു അടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വേദന ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല വേദനയൊക്കെ ഉണ്ട്, അത്യാവശ്യം വേദനയൊക്കെ ഉണ്ട്. എനിക്ക് പകുതിയായപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ട, ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ, എന്നാലും വേദനയുണ്ട്. അത് നമ്മൾ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അടുത്തൊരു ശരത് സിറ്റി എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു, അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആ മുകളിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്നു. കാരണം നല്ല ഉച്ച സമയത്തായിരുന്നു നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇനിയും പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ദിവസം പണി കിട്ടിയതുപോലെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സാഹസത്തിന് പിന്നെ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ അതിനകത്തൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ചുമ്മാ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം June 10 ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിന്ത്രയിൽ നിന്ന്. പക്ഷേ ആ ഡ്രസ്സ് മാറിയാണ് വന്നത്, മിന്ത്രക്കാരെന്നെ ചതിച്ചു. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് റിട്ടേൺ അടിക്കുകയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു അവിടെ വന്നിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾക്കൊരു ഡ്രസ്സ് കിട്ടി. അത് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു, അവൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും നന്നായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇതാണ് ആ ഡ്രസ്സ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രിൻ്റൊക്കെ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഫ്രോക്ക് ഡ്രസ്സ് നമ്മളെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ പപ്സ് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ കുറേ നാളായിരുന്നു ഗൈസ് പപ്സ് കഴിച്ചിട്ട്. മുംബൈയിലൊന്നും പപ്സ് കിട്ടാനില്ല. നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് അതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് വേണം. പിന്നെ നമ്മളത് വാങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ നിങ്ങളിപ്പോൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹൈദരാബാദിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ബുദ്ധിമതിയായ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൈക്ക് ഓൺ ആക്കാതെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ഒരു കഴിവാണ് ഗൈസ്. എല്ലാവർക്കും ഇങ്ങനെയൊന്നും കിട്ടത്തില്ല. സോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹൈദരാബാദ് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരാതിരിക്കുക. ഇനിയിപ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ പോകാനുള്ള പ്ലാനിങ് നടത്തുക. ഉച്ചയ്ക്കൊന്നും എന്നെപ്പോലെ പോയി ഭ്രാന്ത് പിടിക്കരുത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ഡിസംബർ നവംബർ നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോൾ വരിക. ഞാൻ തന്നെയാണെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടത് ചാർമിനാറും അതുപോലെ തന്നെ ചൗമഹല്ലയാണ്. ബാക്കി സ്ഥലങ്ങളൊന്നും ഞാൻ കാണാനേ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നല്ല ചൂടാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. സോ എനിക്കിത്രേ പറയാനുള്ളൂ. ഹൈദരാബാദ് കാണാനൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല പ്ലേസാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വരുന്ന കാണേണ്ട സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ ക്ലൈമറ്റും കൂടെ നോക്കിയിട്ടൊക്കെ വരണം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം വൈകുന്നേരങ്ങളിൽ മാത്രമാക്കി പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വരണം. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹൈദരാബാദ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.